ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ആരംഭിച്ചു. ഘോഷയാത്ര മകരവിളക്ക് ദിവസം ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തിച്ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എത്ര മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്? ോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. പന്തളം രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറിയതിന് തൊട്ടു പിന്നാലെ ഒന്നാം പേടകവും അതിനു പിറകെ പൂജാപത്രങ്ങൾ രണ്ടാം പേടകവും മൂന്നാമത് കൊടിക്കൂട് അളകടങ്ങിയ പേടകവുമായി തിരുവാഭരണ വാഹക സംഘം ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാത്രിയിൽ തങ്ങുന്നത് അയ്യൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ്. ആ യാത്ര വീണ്ടും തുടർന്ന് നാളെ രാത്രി ലാഹ സത്രത്തിൽ തങ്ങും. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് പൂർണ്ണമായും വനത്തിലൂടെ സഞ്ചരിച്ച് മകരവിളക്ക് ദിവസം ജനുവരി 14 തീയതി ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തിച്ചേരും. അവിടെ വെച്ച് അയ്യപ്പ ഭക്തരും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകുന്നേരം 5:30 അതായത് മകരവിളക്ക് ദിവസം വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. തീവട്ടികളുടെയും ദീപപ്രഭയിലുമെല്ലാം തന്നെ ഇത് തിരുവാഭരണത്തെ സ്വീകരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്കൊടുവിലായിരിക്കും പൊന്നമ്പലമേടിൽ മകരവിളക്ക് ദർശനം ഉണ്ടാവുക. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദർശന കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി ബിനോയ്, എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നാണ് ആരംഭിച്ചത്. മകരവിളക്ക് ദിവസം ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തിച്ചേരും. പിന്നീട് വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകി.